യൂണിവേഴ്സിറ്റി കോളേജ് നിങ്ങൾക്കൊക്കെ അറിഞ്ഞൂടെ? 1834 സ്വാതി തിരുനാൾ സ്ഥാപിച്ച പ്രീ സ്കൂളാണ് ഒട്ടനേകം മഹാരഥന്മാരെ സമ്മാനിച്ച ഇന്നത്തെ കേരള യൂണിവേഴ്സിറ്റി കോളേജ്. ഈ കോളേജിലെ ആദ്യ BA-കാരൻ ആരാണെന്നറിയാമോ? അദ്ദേഹത്തിന്റെ വീട് എവിടെയാണെന്നറിയാമോ? അത് കണ്ടുപിടിക്കാനായിട്ട് പോയിട്ടുണ്ട് ആഷിൻ ഡിയേഗോ. ഒരു നൂറ്റാണ്ടിന്റെ ചരിത്രമുണ്ട് ഈ പേരിന്. യൂണിവേഴ്സിറ്റി കോളേജിലെ ആദ്യ BA ബിരുദധാരി, തിരുവിതാംകൂറിന്റെ 4 മുതൽ വേരുവരെ വരച്ചുകാട്ടിയ ട്രാവൻകൂർ സ്റ്റേറ്റ് മാനുവലിന് പിന്നിലെ അമരക്കാരൻ. 7 രൂപ ശമ്പളത്തിൽ ക്ലർക്കായി തുടങ്ങി 5 തവണ തിരുവിതാംകൂർ ആക്ടിംഗ് ദിവാനായ V. നാഗമയ്യ. കരമന തളിയയിൽ 3 നിലയിലായി തലയെടുപ്പോടെ നിൽക്കുന്ന ഈ വീട് നാഗമയ്യയുടെ ഓർമ്മകളാൽ നിറയുന്നു. ഞങ്ങൾ അപ്പൂപ്പന് അവിടെ നിന്ന് കുതിരവണ്ടി അയക്കും കൊട്ടാരത്തിൽ നിന്ന്. അവർ വന്നാണ് ഇവിടെ അപ്പൂപ്പനെ വിളിച്ചുകൊണ്ട് പോണത്. അങ്ങേര് രാത്രി അത്രയും ഈ ബുക്കുകളൊക്കെ വായിച്ചിരിക്കും, 12-1 മണി വരെ. സ്റ്റേറ്റ് മാനുവൽ നാഗമയ്യാണ് എഴുതിയത്. അങ്ങേരുടെ പേരിൽ ഇപ്പോൾ ആ സ്റ്റേറ്റ് മാനുവൽ വെച്ചാണ് ഇവിടുത്തെ ഭരണങ്ങളൊക്കെ നടക്കുന്നത്. വലിയ പ്രൗഢിയായിട്ടിരുന്ന ഒരു വലിയ കുടുംബമാണ്. ഒരു നൂറ്റാണ്ടിന്റെ പഴക്കമുള്ള വീടിന്റെ ഒരു ഭാഗം ഇന്നും ആധുനികതയുടെ സ്പർശനമേറ്റിട്ടില്ല. ഏതാണ്ട് നമ്മൾ പറയുന്ന ഒരു 100-125 വർഷം പഴക്കമുള്ള ബുക്സാണ്. അപ്പോൾ ഞാൻ എഗെയിൻ കേട്ടത് ഈ സമയം അനുസരിച്ച് ഈ ബുക്കെല്ലാം കംപ്ലീറ്റ് പൊടിഞ്ഞു പോവുകയും അത് നഷ്ടപ്പെടുകയും ചെയ്തു. പണ്ടുള്ള സമയത്ത് ഈ തടി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 250 വർഷം പഴക്കം വന്നാൽ മാത്രമേ ഈ തേക്ക് തടി ഉപയോഗിക്കാറുള്ളൂ. അവരത് കട്ട് ചെയ്ത് 1 വർഷം സ്റ്റോർ ചെയ്തിട്ട് പിന്നെ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. അങ്ങനെ ഉപയോഗിക്കുന്ന തടികൾക്ക് ഏതാണ്ട് 500 വർഷത്തിൽ പകരം 500 വർഷത്തിലോളം സ്ട്രെങ്ത് കാണും. അതിലൊന്നും പറ്റത്തില്ല. ഈവൻ ചെതൽ പോലും അരിക്കത്തില്ല എന്ന് റീസെൻ്റ്ലി കൺസ്ട്രക്ഷൻ ചെയ്തപ്പം ആശാരി പറഞ്ഞതാണ്. 1917 ആ മഹാരഥൻ വിട വാങ്ങിയത്. 1910 ദിവാൻ ബഹദൂർ പദവി നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു. കരമനയിലെ നാഗമയ്യ സ്ട്രീറ്റ് ഭൂതകാലത്തേക്കുള്ള ചൂണ്ടുപലകയ്ക്കപ്പുറം ചരിത്രത്തിന്റെ തിരിശേഷിപ്പുകൾ യഥാവിധി സംരക്ഷിക്കപ്പെടണം എന്നതിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണനൊപ്പം റിപ്പോർട്ടർ ആഷിൻ ഡിയേഗോ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.